Hi students, നമ്മൾ കുറേ ഇന്റഗ്രേറ്റർ റേറ്റ് ലോ ഇക്വേഷൻ പഠിച്ചു. എന്താണ് റേറ്റ് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ, ടൈം, ഓർഡർ ഓഫ് റിയാക്ഷൻ, ഇക്വിലിബ്രിയം, റിയാക്ഷൻ കോൺസ്റ്റന്റ് ഇത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആണ് നമ്മൾ പഠിക്കുന്നത്. പർപ്പസ് നോക്കുക അത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ സീറോ ഓർഡർ ആപ്ലിക്കേഷൻ, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പഠിച്ചു സീറോ ഓർഡർ റിയാക്ഷൻ. അതിൽ ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻസ് നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റഗ്രേറ്റർ ഇക്വേഷൻ. സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ. സീറോ ഓർഡറിന്റെ നമ്മൾ ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചു. നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ എന്താണ്? ഒന്നാമത്തത് K equal to 1/T into concentration of reactant അല്ലേ? ഇതാണ് at time t concentration. അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് at time t. ഇതാണ് ഇക്വേഷൻ പഠിച്ചത്. ഇതാണ്. അപ്പോൾ എല്ലാ all zero order reaction will obey this എന്താണ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഈ റേറ്റ് ഇക്വേഷൻ ഏതിനാണ്? സീറോ ഓർഡറിനാണ്. പ്രത്യേകിച്ച് പഠിക്കാൻ സീറോ ഓർഡറിനാണ് ഇക്വേഷൻ ഈ ഒബേ ചെയ്യും. രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ if we know the value of t, if we know the value of initial concentration and the concentration of reactants at a particular time അറിയാമെന്നുണ്ടെങ്കിൽ we can calculate k. നമുക്ക് we can calculate k from the equation. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഇന്റഗ്രേറ്റ് all the zero order reaction will obey this equation. രണ്ടാമത്തത് we can calculate the value of the rate constant from this equation if we know t r 0 r. ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് k കണ്ടുപിടിക്കാം. ഓർ എന്താ പറയുക r 0 കണ്ടുപിടിക്കാം, r കണ്ടുപിടിക്കാം, മറ്റുള്ള രണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തത് നമുക്ക് ഇത് ഈ ഇക്വേഷനെ എന്താക്കി മാറ്റാം? ഒരു ലൈനിന്റെ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. നോക്കിയ ലൈൻ ഇക്വേഷൻ KT equal to എന്താണ്? R0 മൈനസ് R കോൺസെൻട്രേഷൻ ഓഫ് R ആക്കി എടുക്കാം. ദാറ്റ് മീൻസ് R ഇവിടെ പ്രത്യേകം എത്തിക്കാം നമുക്ക്. മൈനസ് R എടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് R നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ റിയാക്റ്റൻസ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇത് പ്രത്യേകം എത്തി. ഇവിടെ എന്താണ്? ഈ KT റൈറ്റ് സൈഡിലേക്ക് പോകും. മൈനസ് KT പ്ലസ് ഇവിടെ ആൾറെഡി ഉണ്ട് ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് R0. നോക്കുക, ഇത് y equal to mx plus c ലൈൻ ഇക്വേഷൻ ആയി മാറി. വേർ m is the slope. m ന്റെ വാല്യൂ എന്താണ്? ഇവിടെ എന്താണ്? t ടൈം അനുസരിച്ച് വേരി ചെയ്യും. അത് വേരിയബിൾ t ആണ്. m വാല്യൂ m equal to minus k അഥവാ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് k ആണ് സ്ലോപ്പ് ഇവിടെ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേഗം എന്താണ് ലൈൻ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നോക്കുക, കൺവേർട്ട് ചെയ്യാൻ പറ്റി നമുക്ക്. അതുകൊണ്ട് തന്നെ ഇൻ ദ ഫോം ഓഫ് ദിസ് ഇക്വേഷൻ can be written in the form of line equation അല്ലേ? ലൈൻ ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഓഫ് R അല്ലേ equal to minus KT plus കോൺസെൻട്രേഷൻ ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതായത് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം വിചാരിക്കാം. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ടൈമാണ്, എക്സ് ആക്സിസ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈമാണ്. ഇനി നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് y ആക്സിസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എടുക്കുക. നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഉണ്ടോ എടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇവിടെ എടുക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് y ആക്സിസിൽ എടുക്കുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻക്രീസ്, അതുകൊണ്ട് ആരോ മാർക്ക് കാണിക്കുക. തീർച്ചയായിട്ടും ഇവിടെ ടൈം കൊടുക്കുക. അതുകൊണ്ട് ഇത് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ലൈൻ എങ്ങനെയായിരിക്കും നിങ്ങൾ പോയിന്റ് കിട്ടുന്നത്? നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് വഴി കിട്ടുമ്പോൾ പ്രകാരമായിരിക്കും ഇത് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിക്കോളും. കാരണം താഴേക്കാണ്. റീസൺ എന്താ കാരണം? എന്താ പറയുക, സ്റ്റാർട്ടിംഗ് ടൈം എന്തായിക്കോളും? എവിടെ ആയിക്കോളും? 0 സ്റ്റാർട്ടിംഗ് ടൈം ആണ്. ഇതാണ് y ഇന്റർസെപ്റ്റ്. ഈ വാല്യൂ ആണ് y ഇന്റർസെപ്റ്റ്. ഈ y ഇന്റർസെപ്റ്റ് ആയിക്കോളും ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. കാരണം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ് ഈ കാണിക്കുന്നത് നേരെ. ടൈം ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണോ, ഇവിടെ കാണിക്കുന്ന വാല്യൂ എന്താണോ, ഒരു y ഡാഷ് ആണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വാല്യൂ ആയിക്കോട്ടെ, ആ വാല്യൂ ആണ്. എന്താ കാരണം? ആ നേരം ടൈം നോക്കുക, നേരെ നോക്കുക, ടൈം ഈക്വൽ ടു 0. അതുകൊണ്ട് അതാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ.
ഇനിഷ്യൽ കോൺസെൻട്രേഷൻ വേറെ ഒന്നും നോക്കാനില്ല, ടിയുടെ വാല്യൂ 0 നോക്കുക, നേരെ നോക്കുക, ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. കിട്ടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പെരിമെന്റ് കിട്ടി ഈ പോയിന്റ് ആണ് നിങ്ങൾ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുമ്പോൾ y ഇന്റർസെപ്റ്റ് കിട്ടും. y ഇന്റർസെപ്റ്റ് നോക്കുക, ആ ടൈമിൽ നോക്കുക 0 ടൈമിലാണ് ഉള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ത് വിളിക്കുന്നു R0. ദാറ്റ് മീൻസ് 0 ടൈമിലാണ്, 0 ടൈം ഈക്വൽ ടു 0 എന്ന മീനിങ് കൂടിയാണ്. ഈ y ഇന്റർസെപ്റ്റ് ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തരുന്നത്. അപ്പൊ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഈ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈനെ എക്സ്ട്രാപോളേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് y ഇന്റർസെപ്റ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ വേണമെന്നില്ല, നിങ്ങൾക്ക് ആറും ഡിയും വെച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. കാരണം എന്താണ്? y ഇന്റർസെപ്റ്റ് കിട്ടും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ. താഴേക്കായതുകൊണ്ട് സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈക്വൽ ടു k ആണോ മൈനസ് ആണോ? മൈനസ്, ബിക്കോസ് താഴേക്ക അല്ലേ, സ്ലോപ്പ് താഴേക്ക, മൈനസ് k ആണ് ഇവിടുത്തെ സ്ലോപ്പ്. അപ്പോൾ ഇപ്രകാരമാണ് കിട്ടുന്നത്. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും, മൈനസ് k ആണ്. മേലേക്കാണ് ഒരു ഗ്രാഫിലേക്ക് നമ്മൾ സ്ലോപ്പ് പറയുന്നത് k പോസിറ്റീവ് ആയിട്ട് വരും അല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്രകാരമാണ് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ്. അതുകൊണ്ട് മൂന്നാമത്തത് നമുക്ക് എന്താണ്, സ്ലോപ്പ് കണ്ടുപിടിക്കാം ഫ്രം ഗ്രാഫിക്കൽ മെത്തേഡ്. എക്സ്പെരിമെന്റ് വാല്യൂ ഡേറ്റാസ് കിട്ടും. എങ്ങനെയാണ്? റിയാക്ടൻസ് അറ്റ് ഡിഫറെന്റ് ടൈംസ് കിട്ടും. ഡിഫറെന്റ് ടൈമിൽ റിയാക്ഷന്റെ ഓരോ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂസ് വെച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇനിഷ്യൽ നിങ്ങൾ എടുത്തത് നോക്കിയൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ആ ഗ്രാഫിൽ എക്സ്ട്രാപ്ലേറ്റ് ചെയ്താൽ y ഇന്റർസെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എത്രയായിരുന്നു ഇനിഷ്യൽ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനിഷ്യൽ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ എത്രയെന്ന് ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഇത് രണ്ടും മതി നമുക്ക്. അപ്പൊ ആ 0 കണ്ടുപിടിക്കാം, y ഇന്റർസെപ്റ്റ്, സ്ലോപ്പും കണ്ടുപിടിക്കാം. എന്താണ്? റിയാക്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നോക്ക്, നമുക്ക് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇക്വേഷനിൽ നിന്നും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. 3 സിഗ്നിഫിക്കൻസ് ആണ് ഇന്റഗ്രൽ ഇക്വേഷൻ ഫോർ സീറോ ഓർഡറിന്റെ. ഒന്നാമത്തത് ഓൾ ദ സീറോ ഓർഡർ ഇക്വേഷൻ റിയാക്ഷൻ വിൽ ഒബേ ദിസ് ഇക്വേഷൻ. സെക്കൻഡ് ക്യാൻ കാൽക്കുലേറ്റ് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷനിൽ നിന്നും. ഇതും അറിയാമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ഇത് നമുക്ക് കിട്ടും എന്താണ്? y ഇന്റർസെപ്റ്റ് കിട്ടും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് എനി ടൈം ആൻഡ് ടൈം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും, y ഇന്റർസെപ്റ്റ് നമുക്ക് k കണ്ടുപിടിക്കാം. മൂന്നാമത് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് കിട്ടുന്ന വഴി ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൽ നിന്നും ഈ ഇക്വേഷനെ ഒരു ലൈൻ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. അതിന്റെ ഇക്വേഷന്റെ സ്ലോപ്പ് ആയിരിക്കും, അതിന്റെ എന്താ പറയുക, സ്ലോപ്പ് അല്ലേ, -k. സ്ലോപ്പ് എന്ന് -k ആയിരിക്കും. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്നും സ്ലോപ്പ് ഈക്വൽ ടു -k ആണ്, k ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്. k ഈക്വൽ ടു എന്താണ്? മൈനസ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ k കണ്ടുപിടിക്കാം, സ്ലോപ്പ് മൈനസ് സ്ലോപ്പ് ആണ്, k കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്നും കണ്ടുപിടിക്കാം. എക്സ്പെരിമെന്റ് നമ്മുടെ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. പിന്നെ എല്ലാവരും ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. 3 എണ്ണമാണ്, 3 സിഗ്നിഫിക്കൻസ് ആണ് എന്താണ് ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ. ഒന്നാമത്തത് ഈ എല്ലാ സീറോ ഓർഡർ റിയാക്ഷൻ, ഓൾ സീറോ ഓർഡർ റിയാക്ഷൻ will obey this equation. Second, we can calculate k from this equation if we know t and r, അല്ലേ? And we can calculate k from graphical method which കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, k സ്ലോപ്പ് ആണ്, k equal to minus slope. അത് കണ്ടുപിടിക്കും. ഇത് 3 എണ്ണമാണ് സിഗ്നിഫിക്കൻസ്. ഇതിന്റെ ഇക്വേഷൻസ്, ഇതിന് സം എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക്. ഈ അമോണിയുടെ എന്താ പറയുക ഡികമ്പോസിഷൻ, അമോണിയുടെ ഡികമ്പോസിഷൻ ഉണ്ട്. മെറ്റൽ സർഫസിൽ വെച്ച് നടക്കൂലേ നമ്മൾ ഈ പറയുന്ന ഈ പ്ലാറ്റിനം എങ്ങനെ എടുക്കും, ഫൈനൽ പൗഡർ, നിക്കൽ, പ്ലാറ്റിനം, അതിൻ്റെയൊക്കെ പോറുകളിൽ അബ്സോർബ് ചെയ്യും ഗ്യാസസിന്റെ റിയാക്ഷൻ നടക്കണമെങ്കിൽ, ട്രാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഗ്യാസസിനെ ട്രാപ്പ് ചെയ്ത് വെക്കണം റിയാക്ഷൻ നടത്താൻ. അതിനുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റലിസ്റ്റ് ആയ പ്ലാറ്റിനം ഒക്കെ ഫൈൻ പൗഡേഴ്സ് അതിന്റെ ചെറിയ ചെറിയ സുഷിരങ്ങളിൽ കയറിയിരിക്കും, ഗ്യാസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അബ്സോർബ് ചെയ്തിരിക്കാൻ പറ്റും. ഫിസിക്കൽ ഫിനോമിനയാണ് കയറിയിരിക്കുക, അവിടെ വെച്ചാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ അമോണിയുടെ ഒക്കെ ഡികമ്പോസിഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള പ്ലാറ്റിനത്തിന്റെ ഒക്കെ സർഫസിൽ വെച്ചാണ്. അപ്പോൾ അമോണിയുടെ സ്പ്ലിറ്റിംഗ് അല്ലെ, ഡികമ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് പോകും. രണ്ട് നൈട്രജൻ 2 into 3 6 ഹൈഡ്രജൻ 3H2 അല്ലെ, 6 ഹൈഡ്രജൻ. ഇങ്ങനെ ഈ പറയുന്ന റിയാക്ഷൻസ് ഒക്കെ എന്താ പറയുന്നത്, പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ആണ് നടക്കുന്നത്. ടെമ്പറേച്ചർ 1130 കെൽവിൻ റിയാക്ഷൻ നടക്കും. ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ പറയാൻ കാരണം റേറ്റ് ഈക്വൽ ടു k into concentration of NH3 raised to എന്തായിരിക്കും സീറോ ഓർഡറിന്റെ പവർ n വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു k ആണ്. അതായത് കോൺസെൻട്രേഷൻ ഈ
ഈ കെ ഇവിടെ റിയാക്റ്റന്റ് ഇല്ലല്ലോ, ഇല്ല അല്ലേ, റിയാക്റ്റന്റ് ഇല്ല. അതായത് സീറോ ഓർഡർ റിയാക്ഷൻ ഒരിക്കലും എന്താണ് റിയാക്റ്റന്റ് കോൺസെൻട്രേഷനെ ബാധിക്കുന്നില്ല എന്ന് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, അമോണിയ റിയാക്ഷനൊക്കെ നടക്കുമ്പോൾ ഈ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് വെച്ച് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഹൈ പ്രഷർ കൊടുക്കണം. ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമേ കൂടുതൽ അമോണിയ വന്നിട്ട് ഈ സർഫസിലൊക്കെ വന്നിട്ട് എങ്ങനെ ഇരിക്കുള്ളൂ, ഈ സർഫസിൽ പ്ലാറ്റിനത്തിന്റെ സർഫസിലൊക്കെ വന്ന് നിറച്ച് അബ്സോർബ് ചെയ്യണം. കൂടുതൽ ഹൈ പ്രഷർ കൊടുക്കണം. വെൻ വി അപ്ലൈ ഹൈ പ്രഷർ അതുകൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രഷർ അബ്സോർപ്ഷൻ എല്ലായിടത്തും കയറി കഴിഞ്ഞാൽ, എല്ലാ അളകളിലും കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷർ കൊടുത്തത് കാര്യമുണ്ടോ, ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാലൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പോർ എന്ന് പറഞ്ഞാൽ സർഫസിൽ മാത്രം, ഉള്ളിലേക്ക് കയറി ബൾക്കിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. സർഫസിലേക്ക് നമ്മുടെ മൊത്ത കുഴികൾ മാതിരി അല്ലെ, ഉള്ളിലേക്ക് കയറി പോകുന്നില്ല, സർഫസിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ് ടു എ സെർട്ടൈൻ പ്രഷർ നമുക്കതിനെ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ കോൺസെൻട്രേഷൻ മാക്സിമം പ്ലാറ്റിനത്തിന്റെ എല്ലാ അറകളിലും കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ എത്ര നമ്മൾ അമോണിയ കൊടുത്താലും കയറിയിരിക്കാൻ സ്പേസ് ഇല്ല. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ will not affect, and the reason platinum all the pores of platinum catalyst are filled, എല്ലാ പോറുകളും ഫിൽ ചെയ്ത് കഴിഞ്ഞു. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ അമോണിയ won't affect the rate of reaction, ഒരിക്കലും അഫക്ട് ചെയ്യില്ല. അതുകൊണ്ട് ദിസ് ഈസ് സീറോ ഓർഡർ. കാരണം നമ്മൾ പഠിച്ചത് എന്താണ്, കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ, ഇവിടെ അമോണിയയിലെ റിയാക്ടന്റ് അമോണിയ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യില്ല, നമ്മൾ ടേമിലില്ല, സീറോയി മാറും. അപ്പൊ ചേഞ്ച് ഇല്ല. അപ്പൊ അത് ചേഞ്ച് ഇല്ലാണ്ടാക്കുമ്പോൾ ഹൈ പ്രഷർ കൊടുക്കണം. അപ്പൊ ഹൈ പ്രഷർ ഉള്ളത് മാത്രമാണ് സീറോ ഓർഡർ റിയാക്ഷൻ. അപ്പൊ എൻട്രൻസിനൊക്കെ ചോദിക്കാം, അമോണിയ അണ്ടർ ലോ പ്രഷർ ഏതാണ്, ഇസ് ഇറ്റ് സീറോ ഓർഡർ? ലോ പ്രഷർ സീറോ ഓർഡർ അല്ല, ശ്രദ്ധിക്കണം. ലോ പ്രഷറിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. എന്താണ് ഹൈ പ്രഷർ? അറ്റ് ഹൈ പ്രഷർ എന്താണ്, ഹൈ പ്രഷർ എന്താണ് അമോണിയ, ഈ അമോണിയ റിയാക്ഷൻ എന്താണ് സീറോ ഓർഡർ. ലോ പ്രഷറിൽ അതെന്താണ് ഫസ്റ്റ് ഓർഡർ ആണ്, ശ്രദ്ധിക്കണം. എന്താണ് ഹൈ പ്രഷർ സീറോ ഓർഡർ എന്ന് പറയാൻ കാരണം, ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ the maximum ammonia will get absorbed by the platinum pores, platinum surface. So if we increase again concentration of ammonia, no space to go or to get absorbed by the platinum, അല്ലെങ്കിൽ platinum കേറാൻ സ്പേസ് ഇല്ല. So change in concentration won't affect. അപ്പോൾ change in concentration affect ചെയ്യാത്ത റിയാക്ഷൻ ഏതാണ്, സീറോ എന്ന് പഠിച്ചു. So we know that change in concentration won't affect in a reaction. Such reactions are called zero order. So hence it is a zero order. So ammonia decomposition of ammonia over platinum surface at high pressure. At high pressure is zero order. At low pressure is not zero order. That is first order. Low pressure is കുറെ പോറുകളൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടാവും. മനസ്സിലാക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിരിക്കുന്നത്. കൂടാണ്ട് തന്നെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് വേറെ നോക്കാനുണ്ട് നിങ്ങൾക്ക്. ഈ തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡിന്റെ ഡികമ്പോസിഷൻ, ഗോൾഡ് ഓവർ ഗോൾഡിന്റെ. അപ്പൊ ഇത് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാൻ. മെയിൻ എക്സാമ്പിൾ അമോണിയ സീറോ ഓർഡറിന് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ചോദിക്കും. സീറോ ഓർഡറിന് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ചോദിക്കും. അറ്റ് ഹൈ പ്രഷർ എഴുതിയില്ലെങ്കിൽ മാർക്ക് പോയി. റീസൺ എന്താണ്, കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ എല്ലാ സർഫസും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ സർഫസ് ഇല്ല കയറിയിരിക്കാൻ. അതുകൊണ്ട് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ഇനി ചേഞ്ച് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോട്ട് അഫക്ട് ദ റേറ്റ് റിയാക്ഷൻ റേറ്റ് ഓഫ് ഇല്ല. മറ്റേ ക്യൂബ് ബാക്കിൽ പോയിരിക്കണം, പിന്നെ അല്ലേ കയറിയ സ്പേസ് ഇല്ല. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഒരിക്കലും റേറ്റ് ഓഫ് റിയാക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് റിയാക്ഷൻ സീറോ. ഇവിടെ സീറോ ടേമിൽ കെ ഉള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ ഈ ടേമിൽ എന്തില്ല, റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഇല്ല ഇവിടെ, അത് 1 ആയി പോയി. ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് പറയുന്നത് സീറോ ഓർഡർ. സോ അറ്റ് ലോ പ്രഷർ വിൽ ബി ഫസ്റ്റ് ഓർഡർ, ഹൈ പ്രഷർ വിൽ ബി സീറോ. ഹൈ പ്രഷർ ആണ് നമുക്ക് ഇതിന് എക്സാമ്പിൾ പഠിക്കേണ്ടത്. very important example. Maybe I will ask in the examination, the main examination, decomposition ammonia എഴുതുമ്പോൾ at higher pressure.